ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊത്തിരി സന്തോഷമുള്ള ദിവസമാണ്. അപ്പൊ സ്കൂളില്ല പോവാതെ നടക്കണേത്തോ ലാസ്റ്റത്തെ ദിവസം 27-ാം തീയതിയാണ്. അതെ, ഇന്നത്തെ സ്കൂളിൽ എന്തൊക്കെയാണ് പ്രോഗ്രാം എന്നൊക്കെ ഉള്ളത് നമ്മൾ വഴിയെ പറയാമേ. നമുക്ക് വീഡിയോ കാണാൻ പോവാം. നമുക്കിപ്പോ പ്രോഗ്രാം നമ്മളിന്ന് പോകുന്ന കാഴ്ചകളാണ് കേട്ടോ കൂട്ടുകാരെ. ഇപ്പം നമ്മൾ നേരെ ഇപ്പം എത്തിയിരിക്കുന്നത് ചുള്ളുമാന് ജംഗ്ഷനിലാണ് കേട്ടോ. നമ്മുടെ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മകള് പഠിക്കുന്ന SHUPS അഥവാ സീക്രട്ട് ഹേർട്സ് UP സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൽ 75 ആണ്ടുകൾ തികയുന്ന വർഷമാണല്ലേ ബാബച്ചി? 75 വർഷം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കൊല്ലം കാലയളവിൽ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതിൻ്റെ ഈ ആഘോഷത്തിൻ്റെയൊക്കെ തിരശ്ശീല വീഴുന്ന 27-ാം തീയതി ഇന്നേ ദിവസം ഇവിടെ ഒരു പ്രവേശന കവാടം ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സമ്മാനിച്ചിരിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് മുജീബ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഈ MP ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് തുറന്നു തരുന്നതിന് MP അടൂർ പ്രകാശ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എത്തിയില്ല. പകരം നമ്മുടെ പ്രവേശന കവാടം അഡ്വക്കേറ്റ് മുജീബ് സാറാണ് ഇത് നമുക്ക് തുറന്നു തന്നത് കേട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് SHUPS. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം ഈ സ്കൂളിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് വിദ്യാഭ്യാസപരമായി ഒരുപാട് ഉന്നതിയിലെത്താൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ സ്കൂളിൻ്റെ പ്രാരംഭം ഇവിടെ നിന്നാണ്, ഈ സ്കൂളിൽ നിന്നാണ്. ഒറ്റ വാക്കിൽ ഓക്കെ. അപ്പോൾ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂൾ കലോത്സവം ആരംഭിക്കുന്നു. കുട്ടികൾ തിരക്കം കൂടാതെ ക്ലാസ്സിലേക്ക് പോവുക. എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്നേഹം നിറഞ്ഞ ജൂബിലി കമ്മിറ്റിയുടെയും സ്കൂളിന്റെയും പേരുള്ള കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ഒരു ജൂബിലി ആഘോഷമായിരുന്നു ഇത്. ഈ ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ നടത്തുകയുണ്ടായി. എല്ലാ വിശിഷ്ട അതിഥികൾക്കും സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നത് അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അൻസാരി സാറിനാണ്. സ്കൂളിന്റെ നെടുന്തൂണ അവരുടെ കലകളുടെ ഒരു പ്രകടനമാണ് നമ്മുടെ സ്റ്റേജിൽ ഇന്ന് അരങ്ങേറാൻ പോകുന്നത്. രാവിലെ മുതൽ രാത്രി വളരെ വൈകിയാണ് ഇത് അവസാനിക്കുന്നത്. വീക്ഷിക്കുന്നത് ഇത് കഴിഞ്ഞാലുടൻ നിങ്ങളുടെ കഴിവുകൾ മാറ്റിക്കൂട്ടുന്ന സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സമയമാണ്. വിശിഷ്ട വ്യക്തികളെ നമുക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എല്ലാവരും കടന്നിരിക്കുക. താങ്ക് യു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇവിടെ കലാപരിപാടികൾ പകലായതുകൊണ്ട് ഒരു ഇതുണ്ടല്ലേ, ലൈറ്റിന്റെ ആ ഒരു പകലാണെങ്കിൽ നമ്മളെ ഹാളിനകത്തായതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ലൈറ്റ് സിസ്റ്റം, കളർ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മിനുട്ടി
എങ്ങനെ ഉണ്ടായിരുന്നു മീനുകുട്ടിയുടെ ഒരു അഭിപ്രായവും കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം മീനുകുട്ടി അത് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇല്ല, മീനുകുട്ടിയുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് കുക്കുറൊക്കെ കുറക്കാൻ നമ്മൾ ഡാൻസ്. മീനുകുട്ടിയുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടായിരുന്നു മീനുകുട്ടി. അതെ, പ്രാക്ടീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ആരാ പഠിപ്പിച്ചേ? ടീച്ചർ. മഞ്ജു ടീച്ചറാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. 2 ഡാൻസ് നമ്മളെ മഞ്ജു ടീച്ചറാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റു ഡാൻസ് അവർക്ക് അല്ലാതെ വേറെ ടീച്ചർമാരോടെ കിടക്കൊക്കെ വന്ന് പഠിപ്പിക്കാറുണ്ട്. ഇതൊക്കെ മഞ്ജു ടീച്ചർ അല്ലായിരുന്നു ഫസ്റ്റ്. അത് ഇംഗ്ലീഷ് പഠിക്കുന്ന കുറച്ച് ടീച്ചർമാരുണ്ടായിരുന്നു മീറ്റിങ്ങൊക്കെ കൂടാൻ. അവരായിരുന്നു അത് അവർ പോകുമ്പോഴായിരുന്നു നമ്മളെ ടീച്ചർ പഠിപ്പിച്ചോളൂ. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ ഘോഷയാത്രയായിട്ട് ബന്ധപ്പെട്ട് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വാരാഘോഷത്തിൻ്റെ തന്നെ ജൂബിലി ആഘോഷത്തിൻ്റെ തന്നെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് വന്നിട്ട് നമ്മൾ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, അതിലെടുത്ത അതേ ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ ഇതിൽ കലക്കിയിട്ട് അവർ നല്ല അടിപൊളിയായിട്ടാണ് എല്ലാവരും കളിച്ചേക്കുന്നത്, അവരെ കൊണ്ട് പറ്റുന്ന രീതി. സത്യം തന്നെ ഇവരെ 1ാം ക്ലാസ്സിൽ നിന്നാണ് മുഴുവൻ കുട്ടികൾ. അതിന് നമ്മൾ ആ ടീച്ചേഴ്സിനെ നമ്മൾ അഭിനന്ദിച്ചാൽ മതിയാവുമല്ലോ. മാക്സിമം പറ്റുമെന്ന് പറയുന്ന എല്ലാവരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. അവർ നമ്മളിങ്ങനെ പറയാണ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ അവരങ്ങ് അതെ പിന്നല്ലാതെ ഇങ്ങനെ മീനുട്ടി എന്താ നോക്കിക്കൊണ്ടിരിക്കണം മീനുട്ടിയെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബോയ്സ് എല്ലാം നല്ലതായിട്ട് ഗ്ലാസ് നല്ലതൊക്കെ. ഇത് ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് വരുമ്പോ രണ്ടാമതൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. അത് അതങ്ങനെ അടിച്ചു പൊളിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഡാൻസുകളൊക്കെ വന്നത് നമ്മളെ കളിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കുക്കുരു ഞാൻ എന്തായാലും നമ്മുടെ ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും ഇടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏത് കാലത്താണെങ്കിലും നമുക്ക് കാണാൻ കഴിയണമല്ലോ. എന്ന് പറഞ്ഞാൽ പാട്ട് നമുക്ക് പറ്റത്തില്ല, കോപ്പി റൈറ്റാണ്. പക്ഷേ നമുക്ക് ഈ ഡാൻസ് എന്നുള്ളത് നമുക്ക് എന്തായാലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. ഞാൻ ആ പാട്ട് എനിക്ക് വയ്യ കുക്കുരു കൂക്കു കക്കുംകാരമ്പൻ പണ്ടൊരു കാട്ടിലെത്തി കൊതിച്ചു അക്കന് വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. കിഴക്കും കാരമ്പ അത് കഴിഞ്ഞ് നമ്മളെ ടീച്ചർ അവരെ 2 ടീച്ചർമാരും എല്ലാ കുട്ടികളും നോക്കിയേ എന്ത് അത് തന്നെ അവരുടെ മക്കള്. ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു അയ്യോ നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് അവർ 2 കൂടെ ചേർന്ന് ഫോട്ടോ എടുത്തു. മീനിക്കുട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് എനിക്ക് വയ്യ, വേറൊരു ലെവലിലാണ് മീനിക്കുട്ടി അവിടെ നിന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മീനിക്കുട്ടി യൂണിഫോം നമ്മുടെ ഓറഞ്ച് യൂണിഫോമൊക്കെ ഇട്ട് അടുത്ത ഡാൻസ് നമ്മുടെ ട്രെൻഡിങ് ഡാൻസിനെയൊക്കെ ആയിട്ട് റിതം ഡാൻസിന് ഒരുങ്ങിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേജിലോട്ട് മീനുട്ടി കയറിയിട്ടുണ്ട്. റിതം ഡാൻസ് അടിച്ച് മുഴക്കിക്കൊണ്ട് റിതം ഡാൻസിന് ആരൊക്കെ കയറിയിട്ടുണ്ട്? അതെ എങ്ങനെയാണെങ്കിലും സൂപ്പർ തന്നെയായിരുന്നു. ഈ ഡാൻസ് എങ്ങനെയാണ് ഇതിൽ വന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ മീനുട്ടി? ആദ്യം വേറെ ഡാൻസ് അല്ലായിരുന്നു, ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നത്? മീനുട്ടിന്ന് കണ്ണാടിന്ന് പറ്റിട്ടില്ലേ? കൂട്ടുകാരെ നിങ്ങൾക്ക് മീനുട്ടിയല്ലേ കാണിച്ചു തരാമോ? മീനുകുട്ടിയല്ലേ കാണിച്ചു തരാമോ? അവർക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നീ പറ ഈ ഡാൻസ് എങ്ങനെ വന്നു? നമ്മുടെ BRC ടീച്ചർ ടീച്ചർ വന്നപ്പോൾ നെല്ലിന്റെ ഡാൻസ് ആയിരുന്നു. ആ ഡാൻസില് ബോയ്സ് ഒന്നും കളിക്കുന്നില്ലായിരുന്നു. ഗ്യാസ് എല്ലാം നല്ല കളിച്ച്
ഞാനാണ് നല്ലോണം കഴിച്ചാൽ ഞാൻ ദൈവമേ പൊക്കി വെക്കണ ഞാൻ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഒന്നും പറയണ്ടത്. അതുകൊണ്ട് കളിക്കാത്തോണ്ട് 4 ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയ ഡാൻസ് ആണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, അവർക്ക് തെറ്റിയാലും കുഴപ്പമില്ല, കാരണം ടീച്ചറിന് 4 ദിവസം അതല്ല നമ്മളെ മീനുട്ടി വയ്യാതെയൊക്കെ ആയി ഇടയ്ക്ക്. അവർക്ക് പിള്ളേരെ പഠിക്കാൻ ടീച്ചറിനാകെ 4 ദിവസമേ കിട്ടുള്ളൂ. ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, അടുത്ത ദിവസം നമുക്കത് ക്ലിയർ ചെയ്യാം. കുഴപ്പമില്ല, നല്ലോണം കാണിച്ചു. പിന്നെ ആദ്യം ഒരു പാട്ട് സെലക്ട് ചെയ്ത് മാറ്റിയിട്ട് അടുത്തത് പഠിച്ചു കൊണ്ടാണ് ആ താഴെയുള്ള ഭാഗത്ത് വാങ്ങിച്ചത്. പാവം അത് തന്നെ ടീച്ചറെ പൈസ മുടക്കി ടീച്ചർ തന്നെയാണ് അതെല്ലാം വാങ്ങിച്ചോണ്ടത്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റം ടീച്ചേഴ്സ് അവർ സത്യം പറയേണ്ടത് ഫുൾ സപ്പോർട്ടാണ്. പിള്ളേർക്ക് സ്വന്തം മക്കളെ കണക്കാണ് അവർ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ അടുത്ത ഒരുങ്ങാൻ പോയി. ഇവിടെ മീനുട്ടി നോക്കിയാൽ ഒരു അമ്മച്ചിക്കുട്ടിയായിട്ട് മീനുട്ടിയുടെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നു. പിന്നെ അല്ലാതെ ഡിസ്കോ ഡാൻസേഴ്സൊക്കെ ആയിട്ട് ഓരോരുത്തർ എല്ലാവരും അടിപൊളിയായിട്ട്. ഇതൊരു ചെയിൻ സോങ്ങിന് വേണ്ടിയാണ് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെ, ഡാൻസിന് വേണ്ടിയിട്ട് ചെയിൻ സോങ്ങിൻ്റെ ഡാൻസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളവരെ അടുപ്പിക്കുന്നില്ല കേട്ടോ. ടീച്ചേഴ്സ് അവരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അവരെല്ലാവരെയും. പക്ഷേ നമ്മുടെ സ്വന്തം മക്കളാണ്, നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും അതെ ടീച്ചേഴ്സ് എല്ലാം റെഡി ആയിക്കോളാന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് കൊടുത്തിട്ട് പോകും. നമ്മളെ ഡ്രസ്സ് മാത്രം ഇട്ടാൽ ബാക്കി എല്ലാം നോക്കുന്നത് അവർ ടീച്ചേഴ്സാണ്. നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ മഞ്ജു ടീച്ചറാണെങ്കിൽ ഓടി എൻ്റെ പൊന്ന് മക്കളിഞ്ഞ് വരൂ എന്ന് വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. മീനുട്ടിക്ക് ചോറൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരാൻ വേണ്ടി അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിക്കാൻ കൊടുത്ത് നമ്മളെല്ലാവരും ചോറൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ മേലിൽ കയറി വന്നു. എന്നിട്ട് നമ്മുടെ തിരേരം കുശലം പറയാമെന്ന് പറഞ്ഞിരുന്നു മീനുട്ടിയെ ടീച്ചർമാർ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുത്ത പ്രോഗ്രാം തുടങ്ങി. മീനുട്ടിയുടെ പ്രോഗ്രാം എന്താണ്? ഏത് പാട്ടാണ്? പുലരേ പൂന്തോണിയിൽ ആ പഞ്ചങ്ങ് കിട്ടി. അങ്ങനെ അതെ അങ്ങനെയാണ് മീനുട്ടിയുടെ പാട്ട്. പുലരേ പൂന്തോണിൽ വാവാ പൂന്തോണിൽ എനിക്ക് ഇത്രയൊക്കെ അറിയാവൂ. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഡാൻസ് എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. ചെയിൻ സോങ്ങിൻ്റെ ഫസ്റ്റ് സോങ്ങിലുള്ള ഡാൻസാണ് ഇത്. മഞ്ജു ടീച്ചറാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മഞ്ജു ടീച്ചറാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം മഞ്ജു ടീച്ചറാണ് ഇതിൻ്റെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇവരത് ഒഴിച്ച് ബാക്കിയെല്ലാം വാടാക്കിയായിരുന്നു. നമ്മുടേത് ഇവരുള്ളത് എല്ലാവരും നമ്മളെല്ലാം വാങ്ങുകയാണ് ചെയ്ത്. ബാക്കിയുള്ളതെല്ലാം വാടാക്കിയായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഡാൻസേഴ്സ് അത് നമുക്ക് വാങ്ങിച്ചാൽ നമുക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞത് അത് വാങ്ങണ്ട വാടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം മീനുട്ടിയുടെ അടുത്ത ടീം കയറി കഴിഞ്ഞു. അതെ എനിക്ക് ആ പാട്ട് കോപ്പറേറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പാട്ട് ഇടുന്നില്ല. എന്താണെങ്കിലും ഈ പാട്ട് സെലക്ട് ചെയ്തെല്ലാം ടീച്ചറാണെന്നാണ് പറഞ്ഞത്. സോന ടീച്ചറും മഞ്ജു ടീച്ചറും കൂടെ സത്യം പറഞ്ഞാൽ ഈ 1ാം ക്ലാസ്സുകാർക്ക് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. അതെ എന്ന് ഞാൻ നമ്മളെ വലിയ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷേ ഈ കൊച്ചു കുട്ടികളെ ഒരു പഠിപ്പിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി. അതുമല്ലേ ഞാൻ ഒരിക്കൽ നമ്മൾ സോൺ ടീച്ചറിനെ വിളിച്ചപ്പോൾ സോൺ ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞാൽ തലേ ദിവസം അവർ 12:30-1 മണി കഴിഞ്ഞപ്പോഴാണ് സ്കൂളിൽ പോയത്. അത്രയും നേരം അവരവിടെ കഷ്ടപ്പെട്ടിരുന്നതിന് ശേഷം പിറ്റുന്ന വെളുപ്പിന് എത്തി. അപ്പോൾ അത്രയും ആ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ അത് അവർ മാത്രമല്ല ഫുൾ ടീച്ചേഴ്സ് ആ ഗ്യാങ് ഉണ്ടല്ലോ നമ്മുടെ സ്കൂൾ SH UPS എന്ന് പറഞ്ഞ SH UPS സ്കൂളിലെ ഫുൾ ഗ്യാങ് അല്ലേ. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവരാ സാരി എടുത്തുകൊണ്ട് വന്നിട്ടുള്ള അവരെല്ലാവരും കൂടെ ഉള്ള ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ അതിൻ്റെ ഫോണിൻ്റെയൊക്കെ ചാർജൊക്കെ തീർന്നായിരുന്നു കേട്ടോ. ഇത് മീനുട്ടിയുടെ അതെ നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ മീനുട്ടിക്കായിട്ട് ഞാൻ വിട്ടുകൊടുത്ത ദിവസമായിരുന്നു. ഞാൻ ഈ ദിവസം ഈ സംസാരിക്കില്ല അമ്മേടെ കൂട്ടുകാരിയുടെ മോളാണ്. എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അവൾ നല്ലോണം ഡാൻസൊക്കെ കളിപ്പിക്കും. സംസാരില്ലേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകും. ഇനി മീനൂട്ടി നമുക്ക് കൊഞ്ചും പറഞ്ഞ കളിക്കാം. ഇതൊക്കെ കണ്ടേ നല്ലോണം എത്ര ബോയ്സ് ഒക്കെ നല്ലോണം കളിക്കണില്ലേ. ടീച്ചറാണെങ്കിൽ അടിച്ചൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചൊക്കെയാണ് ഇവരെ പഠിപ്പിച്ചത്. ടീച്ചർ അടിച്ചാ അടിച്ചൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു തന്നെ. പറയുള്ളൂ, അവരെ അടിക്കൂലല്ലോ നിങ്ങളെ. ഇത് ഒപ്പനയല്ലേ? ഇത് ഒപ്പനയല്ലല്ലോ, ഇത് അതിൽ കൂടെ ഉള്ളതാണ്. കുടുംബപ്പാട്ട് തന്നെയാണ്. അങ്ങനെ ആ ഡാൻസും കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചായ കുടിക്കാന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. മീനൂട്ടിക്ക് ഒരു ബിസ്ക്കറ്റും അത് കഴിഞ്ഞപ്പോൾ കുടിച്ച് പിതാവിനെ സ്വീകരിച്ചതിന് ശേഷം പിതാവിനായിട്ടൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഡാൻസ് പ്രോഗ്രാമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കുട്ടികൾ കളിച്ച ഡാൻസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ഡാൻസ്. അവർ നല്ല ട്രെയിൻഡ് ആയിട്ട് കളിച്ച ഡാൻസ് ആയിരുന്നു. അത് പിതാവിന് വേണ്ടി അവർ സ്പെഷ്യലായിട്ട് കളിച്ച ഡാൻസാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സമാപന സമ്മേളനം ആരംഭിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടും ഈ ഡാൻസും സൂപ്പറായിരുന്നല്ലേ? അല്ലേ? അടിപൊളിയായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റും, അവരും നല്ല ട്രെയിൻ ചെയ്ത് തന്നെയാണ് ഡാൻസ് പഠിച്ചത്. പ്രായപരിധി ഇല്ലാതെ വന്നുകൂടുന്നവർക്ക് വിദ്യ നൽകിയിരുന്ന ഒരു അഭയ കേന്ദ്രം ഇന്നത്തെ കത്തോലിക്ക പള്ളിക്ക് സമീപം ചെറിയ ഒരു അനൗപചാരിക വിദ്യാഭ്യാസമായി നമ്മുടെ അതിന് പണ്ട് കുടിപ്പള്ളിക്കൂടങ്ങളെന്നാണ് പറയുക. വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ വീക്ഷണം കൊണ്ട് കൂട്ടുകാരെ, സമാപന സമ്മേളനം കഴിഞ്ഞിട്ട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് എടുക്കാൻ നമ്മുടെ ഫോണിൻ്റെ ചാർജും അത് പരിധി ഉള്ളതിനാൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് സമാപന സമ്മേളനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് പ്രോഗ്രാം ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുട്ടികളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമ്മുടെ അത്രയും നമ്മുടെ കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം എടുക്കാൻ പറ്റിയിട്ടുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിൽ വന്ന് എടുക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ എടുത്തു. അതെല്ലാം ഞാൻ നമ്മുടെ വീഡിയോയിൽ കൂടെ തന്നെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ അത്രയും നമ്മൾ ഒരാളെ നമ്മുടെ അങ്ങനെ ഒഴിവാക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ ഇതിലാണ്. അതെ, ലൈവ് എടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ടാണ്, കോപ്പിറൈറ്റ് വിഷയമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പിന്നെ പ്രോഗ്രാം മാക്സിമം എടുക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് എല്ലാം ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ അതെ, നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്കൂളിൽ കുറച്ച് പേര് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതെ, കുറച്ച് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ നന്ദി പറയണം. നമ്മളെ കണ്ട് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിപ്പോഴും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ അടുത്ത് നമ്മൾ ഇപ്പോൾ നന്ദി പറയണം. മക്കളെ, നമ്മൾ പേര് ഞാൻ കണ്ടില്ല, ആൻറ്റിയാണ് കണ്ടത്. അപ്പോൾ ആൻറ്റി എന്തായാലും ഒരു ബിഗ് താങ്ക്സ് അല്ലേ. അപ്പോൾ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാരെ, ഇപ്പം നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കും. എന്താണെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഫുൾ പ്രോഗ്രാം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഫോൺ ചാർജൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ മീനൂട്ടിക്ക് കിട്ടിയ കുറച്ച് പുരസ്കാരങ്ങൾ ഇതാ ഇത് നോക്കിയേ. നമ്മുടെ ക്ലാസ് പ്രതിഭയ്ക്കുള്ള ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കൂളിലേക്ക് നമ്മുടെ എല്ലാ ഇതിനും പങ്കെടുക്കുന്നതിന് അതിനും ഒരു സ്കൂളിൻ്റെ വകയായിട്ട് ഒരു പുരസ്കാരം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ ബിഷപ്പ് നമ്മുടെ വിൻസെൻ്റ് സാമുവൽ പിതാവ് ഉണ്ടായിരുന്ന സമയത്തൊക്കെയാണ് ഇതൊക്കെ കൊടുത്തത്. അപ്പോൾ ഇതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിപ്പോഴും ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കുഞ്ഞു വീഡിയോസ് ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുന്നു. ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.